വിഷു എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് നമുക്ക് വിഷുക്കണി കാണുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ഒരു ആഗ്രഹം. കാരണം ഒരു പുതിയ വർഷം തുടങ്ങുകയാണ്. ആ പുതിയ വർഷം തുടങ്ങുന്ന സമയത്ത് 1-ാം തീയതി രാവിലെ എണീറ്റ് ഒരുക്കി വെച്ചിരിക്കുന്ന കണി കാണുക എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ LLBക്ക് പഠിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് വരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു. എക്സാം സമയത്തായിരുന്നു ഒരു വിഷു. അപ്പോൾ ആ വിഷു സമയത്ത് എങ്ങനെ കണി കാണും എന്നറിയാത്തൊരു സമയം എനിക്കന്നൊരു ചെറിയ മാല ഉണ്ടായിരുന്നു. ആ മാലയുടെ അറ്റത്തൊരു ആലില കൃഷ്ണൻ ഉണ്ടായിരുന്നേ. ആ കൃഷ്ണനെ ഞാൻ കയ്യിൽ ഇങ്ങനെ ചുറ്റി വെച്ചു രാത്രി ഉറങ്ങാൻ നേരം. അപ്പോൾ ചുറ്റി വെച്ചിട്ട് രാവിലെ എണീക്കുമ്പം വെപ്രാളത്തോടു കൂടി വേറെ ഒന്നും കാണരുത്, ഈ കൃഷ്ണനെ തന്നെ കാണണമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ ചുറ്റി വെച്ച് രാവിലെ എണീറ്റ് ആ കണ്ണനെ കണി കണ്ട് ഉണർന്ന് അങ്ങനെ ആലില കൃഷ്ണനെ കണി കണ്ട ഒരു വിഷുക്കാലം LLB പഠനകാലത്ത് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും എൻ്റെ ഒരു എപ്പോഴും ഞാൻ ഓർക്കുന്നൊരു ഓർമ്മ. കാരണം അതങ്ങനെ മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുക. അച്ഛൻ മരിച്ചിട്ട് 3 വർഷമായി. അച്ഛനാണ് വിഷു കൈനീട്ടം തരുന്ന ഒരാൾ. അച്ഛൻ തന്ന ആ വർഷം കിടുക. കാരണം അച്ഛൻ ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കാൻ മനസ്സുള്ള ഒരാളാണ്, നല്ല മനസ്സാണ്. പിന്നെ ഇവിടുന്ന് കളക്ഷൻ കഴിഞ്ഞിട്ട് നേരെ അമ്മയുടെ വീട്ടിൽ പോകും. അന്നൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എനിക്കൊന്ന് 5 രൂപയുടെ തുട്ട് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ നല്ല കട്ടിയുള്ള 5 രൂപ തുട്ട് അമ്മാവൻ്റെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ തരും. പിന്നെ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് അപ്പച്ചിയുടെ വീട്ടിലേക്കൊരു യാത്രയുണ്ട്. അതെല്ലാം പുന്നപ്ര ബേസ് ചെയ്താണ്. അവിടെ നേരെ അപ്പച്ചിയുടെ വീട്ടിൽ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ ഒരു കളക്ഷനുമായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതൊന്നും കൊണ്ട് പിള്ളേരുടെ അടുത്ത് നിൽക്കില്ലല്ലോ. ഇപ്പോൾ ഒരു 500 രൂപ നോട്ടൊക്കെ കൊടുത്താലും കുട്ടികൾ അത്ര ഓക്കെ അല്ല. പക്ഷെ അന്നെന്ന് പറഞ്ഞാൽ 5 രൂപ തൊട്ട് കുറേ അടുത്തൊന്ന് കളക്ട് ചെയ്ത് വരുമ്പോൾ ഒരു സമ്മാന കിഴി പോലെ കുറച്ച് കോയിൻസുമായിട്ട് വരുന്നൊരു സന്തോഷമുണ്ട്. ഭയങ്കര സുഗന്ധമുള്ള വിഷുക്കാലമാണ് അതെല്ലാം തന്നെ. വിഷു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എല്ലാവർക്കും ഓർക്കുന്നത് കണി കാണും നേരമാണ് അല്ലേ. അപ്പം തികച്ചും യാദൃശ്ചികമായിട്ടാണ് ഇങ്ങനെ ഒരു പാട്ട് പാടേണ്ടി വരുന്നത്. വിഷു ആശംസ പറയുമ്പോൾ 2 വരി പാട്ട് എന്തായാലും വേണമല്ലോ. അപ്പം മോശമാണെങ്കിൽ എന്നോട് ക്ഷമിക്കണേ. മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂതേ ചിലുചേലേന്നു കിലുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവാ കണി കാണാൻ. വിഷു ആഘോഷിക്കുന്നവർക്കും വിഷുവിനോട് ഐക്യദാർഢ്യപ്പെടുന്നവരും എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് പ്രവാസികളായിട്ടും മറുനാട്ടിൽ ഇതെല്ലാം ആഘോഷിക്കുന്നവരുണ്ട്. അപ്പം എല്ലാവർക്കും, ലോകത്തിൻ്റെ എല്ലാ കോണിലുള്ള മലയാളികൾക്കും എല്ലാവർക്കും ഹൃദ്യമായ ധന്യമായ വിഷു ആശംസകൾ നേരുന്നു.